സംഘടന പ്രവർത്തിച്ചത്. പക്ഷേ വർഷങ്ങൾ വർദ്ധിക്കും തോറും വൃക്കരോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ചിന്തയുമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും അടുത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ആളുകളെ കൂടുതൽ വ്യായാമത്തിലേക്ക് നയിക്കുക. വാക്കിംഗ് ഈസ് ദി ഈസിയസ്റ്റ് മെത്തഡ് ഓഫ് എക്സർസൈസ് നിങ്ങൾ കേട്ടിട്ടിരിക്കും. ആ നടപ്പ് ആണ് ഏറ്റവും നല്ല എക്സസൈസ്, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള. പണ്ട് നമുക്കറിയാം വേറെ വേണമെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് വാക്കിംഗ്. അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ മാരത്തോണുകൾ സംഘടിപ്പിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചു. അതിൽ ഞങ്ങൾ 800 പേരെയാണ് പ്രതീക്ഷിച്ചത്. അതിൽ 1200 പേർ പങ്കെടുത്തു. ഇനി ഈ ജനുവരി 11-ാം തീയതി വീണ്ടും ഒരു മാരത്തോൺ സെക്കൻഡ്, ഞങ്ങൾ അങ്കമാലി മാരത്തോൺ സെക്കൻഡ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. 3000 പേരെയെങ്കിലും ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മാരത്തോണുകളിൽ സാധാരണയായിട്ട് 42 കിലോമീറ്റർ, 21 കിലോമീറ്റർ, 5 കിലോമീറ്റർ എന്നീ 3 മത്സരങ്ങളാണ് നടക്കുന്നത്. ഇതിൽ 5 കിലോമീറ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിന്റെ കാരണം സാധാരണക്കാരായ ഏത് പ്രായക്കാർക്ക് വേണ്ടി ഇതിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ചാർജ് വെച്ചാണ് ഞങ്ങൾ 5 കിലോമീറ്റർ യാത്ര ഈ മാരത്തൺ സംഘടിപ്പിച്ച് മിനി മാരത്തൺ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പരമാവധി ആളുകൾ അതിനകത്ത് പങ്കെടുപ്പിക്കുക, തൻ്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും തനിക്ക് 5 കിലോമീറ്റർ ഏറ്റവും എളുപ്പത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും വീണ്ടും അത് തുടരാനുള്ള ഒരു പ്രേരണ കൂടിയാണ് ഞങ്ങൾ ഈ 5 കിലോമീറ്റർ മാരത്തൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാരത്തോണിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതോടൊപ്പം ഇന്ന് ഞങ്ങളോട് കൂടി ഞങ്ങളുടെ ഓഫീസിൽ, ജീവധാര ഓഫീസിൽ, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാരത്തോണിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട പോൾ പടിഞ്ഞാറേക്കര, അതായത് ഒട്ടക്കാരുടെ പോളേട്ടൻ എന്ന് ഏറ്റവും കൂടുതൽ പ്രശസ്തനായ പോളേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഫുൾ മാരത്തോൺ 176 മാരത്തോൺ, അതായത് 42.2 കിലോമീറ്റർ ഫുൾ മാരത്തോൺ 176 എണ്ണം പൂർത്തിയാക്കി. ഹാഫ് മാരത്തോൺ 21.1 കിലോമീറ്റർ, അത് 451 ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പോർട്രസ്റ്റിലെ സിവിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിട്ട് അദ്ദേഹം റിട്ടയർ ആണ്. അങ്ങനെ എല്ലാ മേഖലയിലും വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കോട്ടക്കാരുടെ സ്വന്തം പോളേട്ടൻ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ജീവൻധാര ഫൗണ്ടേഷൻ നടത്തിയ ഹാഫ് മാരത്തൺ ഞാൻ പങ്കെടുത്തിരുന്നു മാത്രമല്ല ഞാൻ അതിലൊരു വിജയിയുമായിരുന്നു. ഇപ്രാവശ്യം ഇത് ഈ ജനുവരി മാസം 11-ാം തീയതി നടത്തുന്നതെന്ന് അറിയാൻ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാനിത് പങ്കെടുത്തിരിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. ഞാൻ ഇപ്രാവശ്യം പങ്കെടുക്കുന്നത് എൻ്റെ 452-ാമത്തെ ഹാഫ് മാരത്തണായിരിക്കും. എനിക്ക് വളരെ സന്തോഷകരമാണ്. ഇത്രയും ഹാഫ് മാരത്തണോ അല്ലെങ്കിൽ 176 ഫുൾ മാരത്തണോ ഓടിയ ആൾക്കാർ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് പറയാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയാൻ കഴിയും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ അങ്കമാലിയുമായിട്ട് എനിക്ക് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു അങ്കമാലിയിലാണ്. അപ്പോൾ അതോടുകൂടി എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ മാരത്തണിൽ, ഈ ഹാഫ് മാരത്തണിൽ ജനുവരി 11-ാം നടക്കുന്ന ഈ ഇവൻറ്റിൽ എല്ലാവരും പങ്കെടുത്ത് വൻ വിജയമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവണം. ഉണ്ടാവണം കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൃക്കരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജീവധാര ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ആയിട്ട് കൂടിയാണ് ഈ മാരത്തൺ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം മുഴുവനായിട്ടും വൃക്കരോഗികളുടെ ഡയാലിസിന് വേണ്ടി മാത്രം ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. സ്പോൺസേഴ്സ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഒരു രോഗിയെ കൂടി സഹായിക്കുന്നതിന് തുല്യമായിരിക്കും.